ആദ്യ അപ്ഡേറ്റ് ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന സിനിമേന്റെ തന്നെയാണ്. നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് ഫൈനൽ ലെഗ് ആണ് ചെന്നൈയിൽ ഷെഡ്യൂളിൽ നടക്കുന്നത്. നിലവിലെ സിനിമ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഹൈദരാബാദിലാണ്. എന്തായാലും ഗ്രാൻഡ് റിലീസ് ഓഗസ്റ്റ് മാസം 20 എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന, ഓണം പ്രമാണിച്ച്. എന്തായാലും പടത്തിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിഹാസ് ഹിദായത്ത് അതും അൻപരവ് മാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്ന പുതിയൊരു ഫോട്ടോ സിനിമ ലൊക്കേഷന്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഐ ആം ഗെയിം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ L366 എന്ന സിനിമേൻ്റെ തന്നെയാണ്. ഇപ്പോൾ കേൾക്കാൻ സാധിക്കും ജഗദീഷ് ഏട്ടനും സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ വരുന്നു എന്നാണ്. ഇപ്പോൾ നിലവിൽ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജഗദീഷ് ഏട്ടൻ സിനിമയിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ തൊഴിൽമൂർത്തി സിനിമയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമയാണ് ലാലേട്ടൻ്റെ 366ാമത്തെ സിനിമ. എന്തായാലും ഒക്ടോബർ റിലീസാണ് സിനിമ. പൂജ പ്രമാണിച്ച് റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. കാത്തിരിങ്ങനെ ചെയ്യാം നമുക്ക് ജഗദീഷ് ഏട്ടൻ്റെ അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ ജഗദീഷ് ഒന്നിച്ച് വരുന്ന L366 സിനിമയുടെ അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാലൻ മൂഡ്, അതുപോലെ തന്നെ വിനയ് ഫോർട്ട്, ജഗദീഷ്, ബേബി ജീൻ എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഭരതനാട്യം 2 എന്ന സിനിമേൻ്റെ അപ്ഡേറ്റ് തന്നെയാണ്. ഈ സിനിമേൻ്റെ രണ്ടാം ഭാഗമാണ് മോഹിനിയാട്ടം. എന്തായാലും പടത്തിന് ഡബ്ബിംഗ് വർക്കുകൾ നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പടം ഈ വരുന്ന ഏപ്രിൽ 10 റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും സിനിമയുടെ കംപ്ലീറ്റ് പ്രൊമോഷൻ വർക്കൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു മാസം അവസാനമാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ റിലീസിനായിട്ട് ഏപ്രിൽ 10. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അർജുൻ ദാസ്, അദിതി ശങ്കറൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന പുതിയൊരു സിനിമയാണ് വരാൻ പോകുന്നത്. സമ്മർ റിലീസിന് വരുന്ന വൺസ് മോർ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് പുതിയൊരു പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. സൂപ്പർ പോസ്റ്റർ തന്നെയാണ്. എന്തായാലും സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്ന ഹഷീം അബ്ദുൽ വഹിബാണ്. നമ്മുടെ ഹൃദയം സിനിമയിലെ മ്യൂസിക് കമ്പോസർ. ശ്രീകാന്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡെബ്യൂട്ടായ ഒരു ഡയറക്ടറും കൂടിയാണ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ വരുന്ന സമ്മറിനായിട്ട് വൺസ് മോർ എന്ന് പറഞ്ഞ അർജുൻ ദാസ് പ്രണയ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് കീർത്തി സുരേഷിന് വരാൻ പോകുന്ന പുതിയ സിനിമയിൽ തന്നെയാണ്. കീർത്തി സുരേഷിന് പുതിയ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് റഫ്താർ എന്നാണ്. നമ്മുടെ രാജ്കുമാർ റായ് ഒക്കെയാണ് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ആദിത്യ നമ്പികറാണ് സിനിമയിൽ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. സെക്ടർ 36 എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഡയറക്ടറും കൂടിയാണ്. ഈ വരുന്ന ജൂലൈ മാസമാണ് സിനിമേൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം. അത്രയും നമുക്ക് ജൂലൈ 24 നമ്മുടെ കീർത്തി സുരേഷ് രാജ്കുമാർ റാവ് സിനിമയ്ക്കായിട്ട്. അങ്ങനെ കറക്റ്റ് 4/6 ഇന്നലെ വൈകുന്നേരത്തോടെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് പല ഭാഷകളിലായിട്ട്. നമ്മുടെ സൂര്യ അമിതാഭ് ബച്ചനെ കാണാൻ സാധിക്കുന്ന ഒരു ഗജനി വൈബ് ലഭിക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട്. എന്തായാലും ജി വി പ്രകാശാണ് മ്യൂസിക് കമ്പോസിങ്, നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട് മ്യൂസിക് കമ്പോസിങ് നോക്കുകയാണെങ്കിൽ. പിന്നെ വെങ്കിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ DKയുടെ ലക്കി ഭാസ്കർ സിനിമയുടെ ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ നല്ല ട്രസ്റ്റ് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ തന്നെ. ജൂലൈ മാസമാണ് സിനിമ റിലീസ്. കാത്തിരിക്കാൻ നമുക്ക് ടീസർ ഗംഭീരം തന്നെയാണെന്നൊന്നും പറയാനില്ല. നല്ലൊരു ഗുഡ് ഫീൽ വൈബ് കിട്ടുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് പെടി എന്ന രാം ചരൺ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. സിനിമയിൽ ജൻവി കപൂറൊക്കെയാണ് നായികയുടെ അഭിനയിക്കുന്നത്. എ റഹ്മാനാണ് മ്യൂസിക്. ബുച്ചി ബാബു സെനയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന്റെ ഭാഗമായിട്ടൊരു ഫോട്ടോയും സിനിമ ടീം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ വരുന്ന ഏപ്രിൽ 30 പെടി എന്ന സിനിമയുടെ വേൾഡ് വീഡിയോ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് തലൈവർ 173 എന്ന സിനിമയുടെ ഭാഗം തന്നെയാണ്. കേൾക്കാൻ സാധിക്കും നമ്മുടെ സിബി ചക്രവർത്തി സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന തലൈവർ 173 എന്ന സിനിമയിൽ അങ്ങനെ 12 വർഷത്തിന് ശേഷം എവർഗ്രീൻ ആക്ട്രസായ ശോഭന ചേച്ചി വരാൻ പോവുകയാണ് തമിഴ് സിനിമയിലോട്ട്. എന്തായാലും സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ശോഭന ചേച്ചി വരാൻ പോവുകയാണ്. ഒരു ഗെറ്റ് ടുഗദർ. ആക്ച്വലി ഇത് 4ാമത്തെ സിനിമയായിരിക്കും രജനികാന്ത് ശോഭന ചേച്ചി സിനിമ എന്ന് പറയുമ്പോൾ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ സിബി ചക്രവർത്തി അനിരുദ്ധ് മ്യൂസിക്കിൽ വരുന്ന 173 എന്ന സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് CID മൂസ സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെ തന്നെയാണ്. നിലവിൽ കേൾക്കാൻ സാധിക്കും CID മൂസ സിനിമയുടെ 2ാം ഭാഗം വരുമെന്നാണ്. ആദ്യമേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സിനിമേൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിരിക്കുകയാണ് പടം ഈ വരുന്ന 2027 റിലീസ് ചെയ്യുമെന്ന്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഈ വർഷാവസാനം ആകുമ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു വർഷം തന്നെയായിട്ട് ലാസ്റ്റ് ദിലീപിൻ്റെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് CID എന്ന് പറഞ്ഞ സിനിമ. ഏറ്റവും വലിയ ചോദ്യചിഹ്നം നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ അവർക്ക് റിലീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ 2010, 2014 കാലഘട്ടത്തിൽ സിനിമയുടെ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യണമായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ഡ്രോബാക്ക് വരുന്നതാണ്. കാരണം സിനിമയിൽ അഭിനയിച്ച പലരും ഇപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. എന്തായാലും ഈ ഡ്രോബാക്സ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അത് വലിയ രീതിയിൽ ചർച്ചയായി പോകുന്നുണ്ട്. ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആവത്തില്ല സിനിമയുടെ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ പോലും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ശേഷം നമുക്ക് കൂടുതൽ സിനിമകളിലെ വാർത്തകൾക്കായിട്ട്. പനി കാരണമാണ് സൗണ്ട് ഇങ്ങനെ ആയത്. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആവുന്നത് അപ്ലോഡ് ചെയ്യാനായിട്ടും. താങ്ക് യു ഓൾ.